ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പം നിങ്ങൾ സ്റ്റാർട്ടിങ് ആണെന്ന് വിചാരിക്കുക ഇത് എന്താണ് ക്ലീനിങ് ആണെന്ന്. അപ്പം നമ്മൾ ഒരുപാട് നാളിന് ശേഷം, ഒരുപാട് നാളെന്ന് പറയുമ്പോൾ ഒരു 6-7 മാസത്തോളം ആയിട്ടുണ്ട്. ഈ വീഡിയോ എടുക്കുമ്പോൾ 7 മാസം, ഇപ്പോൾ കറൻ്റ്ലി ഞാൻ വോയിസ് ഓവർ എടുക്കുമ്പോൾ 8 മാസം കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മൾ വിനുവിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. അപ്പോൾ അവിടെ നമ്മൾ അടച്ചിട്ടേക്കുമായിരുന്നു. അപ്പം ജോലി കിട്ടിയതിന് ശേഷം അങ്ങനെ അങ്ങോട്ട് പോയി നിൽക്കാൻ ഉള്ള സിറ്റുവേഷനൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ പോവുക, ഇടയ്ക്ക് പോയി ഒന്ന് ക്ലീൻ ചെയ്യുക, ഇറങ്ങും, അങ്ങനെയായിരുന്നു. എന്നാലും അത്രയും നമ്മൾ ഡീപ്പ് ക്ലീനിങ്ങും കാര്യമൊന്നും ചെയ്യാനായിട്ട് പറ്റൂലായിരുന്നു. പിന്നെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് തുടച്ചിടും, അങ്ങനെ ഉള്ളൂ. അപ്പം അങ്ങനെ നമ്മൾ എന്താ പറയുന്നത്, ഒരു 7 മാസത്തിന് ശേഷം നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു ഗ്യാപ്പ് കിട്ടി. ഒരു ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ ഒത്തിരി ദിവസത്തേക്കൊന്നുമല്ല, ഒരു 2 ദിവസം. അപ്പം ആ ഒരു ഗ്യാപ്പ് അടുപ്പിച്ച് കിട്ടിയപ്പോൾ എന്നാൽ പോയി നിൽക്കാം എന്ന് കരുതി. അങ്ങനെ നമ്മളവിടെ ചെന്നു. അവിടെ ചെന്ന് ഇടയ്ക്ക് നമ്മൾ അല്ലാണ്ട് പോകാറുണ്ട്. കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകും. അവിടെ എന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ ഉള്ളപ്പോൾ നമ്മൾ പോകും. പക്ഷേ നമുക്കൊന്ന് എന്താ പറയുന്നത്, കുഞ്ഞുമായിട്ട് നമ്മളവിടെ പോയി കിടക്കുക എന്നും പറഞ്ഞ് പോകുമ്പോൾ നമ്മൾ അത്രയും ക്ലീനിങ്ങും കാര്യമൊക്കെ ചെയ്യണമല്ലോ. നമ്മൾ കർട്ടനുകൾ ഉൾപ്പെടെ കഴുകണം, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം പോയത്. ഞാൻ രാവിലെ ഒരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് പോയി അവിടെ ചെന്നപ്പോഴത്തേക്ക് കൂടുതലും ഫുള്ള് നമ്മൾ വീട് അടച്ചിടുമ്പോൾ അറിയാമല്ലോ, ഈ പല്ലികളുടെ കാഷ്ടമാണ് ഫുള്ള്. അപ്പോൾ അതാണ് ഏറ്റവും കൂടുതലുള്ള ഈ ജനലിൻ്റെ സൈഡിൽ, ആ ഒരു സെറ്റിയുടെ ബാക്കിൽ, അവിടെയൊക്കെ ആയിട്ട് കൂടുതലും അതായിരുന്നു. പിന്നെ മുറ്റത്ത് വിഷുവിൻ്റെ സമയമായതുകൊണ്ട് അങ്ങനെയും കുറേ. അപ്പോൾ പറഞ്ഞു വന്ന പോലെ നമ്മൾ അങ്ങോട്ട് പോയി നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് എന്താ പറയുക, നമുക്കൊരു 3 ദിവസം 4 ദിവസത്തെ ലീവ് കിട്ടി. പക്ഷെ നമുക്കത് 2 ദിവസം അവിടെ നിൽക്കാൻ നോക്കും വീട്ടിൽ. കാരണം അടുപ്പിച്ച് 3 ദിവസമൊക്കെ അവിടെ നിന്ന് കഴിയുമ്പോൾ പിന്നെ അവിടെ കുക്കിങ് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ വീണ്ടും അലമ്പാവും. പിന്നെ നമ്മൾ അതിനുവേണ്ടി അത്രയും സാധനങ്ങൾ വാങ്ങണം, പാത്രങ്ങൾ അത്രയും എടുത്ത് കഴുകണം. അതിനൊന്നുമുള്ള ടൈം നമുക്കില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് എന്താ പറയുന്നത്, ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നിൽക്കാമല്ലോ എന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി ഓർമ്മകൾ, നമ്മുടെ മെമ്മറീസ് കാര്യങ്ങളെല്ലാം ഫുൾ അവിടെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ പോയി നിൽക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ഒരുവിധം എന്താ പറയുന്നത്, ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ ഹാളെല്ലാം ഞാൻ തൂത്തെല്ലാം ഇറക്കി. പക്ഷേ സിറ്റ് ഔട്ടൊക്കെ നമ്മൾ ഫുള്ള് തേച്ച് കഴിയണം. കാരണം നമ്മൾ ഓപ്പണായി കിടക്കുന്ന ഇടമാണ്. അതുകൊണ്ട് പൊടിയും പട്ടിയും ഒക്കെ കയറുകയൊക്കെ ചെയ്യും. പിന്നെ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു 7 മണിയൊക്കെ ആയപ്പോൾ വിനുവേട്ടനും ഓഫീസിൽ നിന്ന് വന്നു. പിന്നെ വിനുവേട്ടനും ബാക്കി അതിൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വിനുവേട്ടനും കയറി. നമ്മുടെ അടുക്കളയിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് സ്റ്റോവിൻ്റെ പുറത്തൊക്കെ നല്ല പൊടിയായിരുന്നേ. കണ്ടോ, നല്ല നമ്മൾ തൊടുമ്പോഴേ അറിയാം അതേപോലെ പൊടി. അപ്പോൾ അതുപോലെ എല്ലാം അത്രയും ഡീപ്പായിട്ട് ക്ലീൻ ചെയ്ത്, മുറ്റമൊക്കെ ഫുള്ള് വിഷുവിൻ്റെ സമയമായതുകൊണ്ട് കുറേ പൂവും കായും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം തൂത്ത് വൃത്തിയാക്കി അടിപൊളി സെറ്റ് ചെയ്ത് നമ്മളിട്ടിട്ടുണ്ട്. എന്താ പറയുക, നിന്നെ കൂടെ കയറി കിടന്നാൽ മതി. അതുമല്ല, ഫുൾ ടയേർഡായിരുന്നു. ഒരുവിധം പറ്റുന്ന പോലെ എല്ലാം മാക്സിമം ചെയ്തു, ക്ലീൻ ചെയ്തു. കുഞ്ഞും കൂടി ഉള്ളതുകൊണ്ട് അത്രയും നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ അതുപോലെ എല്ലാം ക്ലീൻ ചെയ്തു. പക്ഷേ അവിടെ വന്ന് ആ കിടക്കുമ്പോൾ കിട്ടുന്നൊരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അതൊരു വേറെ ലെവലാണ് നമുക്ക് അവരെ ഹാപ്പിനെസ്. നമ്മൾ എത്രയും നാൾ നിന്നിട്ട് വീട്ടിൽ നമ്മൾ തിരിച്ച് വന്ന് ഒരു ദിവസം നിൽക്കുമ്പം കിട്ടുന്ന ഫീൽ. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പം ഈ ഒരു ഫ്രെയിം കണ്ടിട്ട് ഒരുപാട് നാളായി. ഒത്തിരി ഇത്രയായി, 7 മാസം 8 മാസത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു കപ്പ് ചായയായിട്ട് ഞങ്ങൾ ഇങ്ങനെ സിറ്റ് ഔട്ടിൽ വന്നിരുന്ന് കുടിക്കാൻ വേണ്ടിയിരിക്കുന്ന. എന്തോ ഭയങ്കര ഒരു സന്തോഷം. ഒത്തിരി നാളായി. മീനുട്ടി നല്ല ഉറക്കം കേട്ടോ, എഴുന്നേറ്റിട്ടില്ല. രാവിലെ വിഷു ആയതുകൊണ്ട് ഒരു ദിവസം ഇവിടെ കാണും. ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാം സെറ്റായി. നമ്മളങ്ങനെ ഇന്നലെ രാത്രി ഇവിടെയാണ് കിടന്നേ. മീനുട്ടിയെ പോയി വീട്ടിൽ പോയി എല്ലാം വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ കിടന്നുറങ്ങി. എഴുന്നേറ്റ് അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഇന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ജോലി പ്രത്യേകിച്ചൊന്നുമില്ല, മുറ്റം ഒന്ന് തൂക്കണം, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഓൾറെഡി തൂത്ത്, ഇന്നലെ ഞാൻ തൂത്തയായിരുന്നു ഇവിടെ എല്ലാവേ. പോച്ച വീണ്ടും കയറി. എല്ലാം നമ്മൾ ചെത്തി വാരി വൃത്തിയാക്കിയിട്ട്, മാങ്ങ അതോ പൊഴിഞ്ഞ് വീണ് കിടപ്പുണ്ട് അവിടെ. മഴ ചാറി കഴിഞ്ഞാൽ ഇതാ പ്രശ്നം, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. നല്ലപോലെ പോച്ചയായിട്ടുണ്ട്. കുഞ്ഞായോണ്ട് അറിയാത്ത കേട്ടോ, ഉണ്ടോ?
നമ്മുടെ റോഡെല്ലാം വൃത്തിയാക്കി അടിപൊളിയാക്കി സെറ്റാക്കി. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. എല്ലാരും വിഷുവിനുള്ള ഒരുക്കങ്ങളും സാധനങ്ങളും ഒക്കെ വാങ്ങിച്ച് എല്ലാരും രാവിലെ ഓരോരോ. ഇവിടെ പിന്നെ റോഡിൽ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കുറെ കാഴ്ചകൾ ഇങ്ങനെയൊക്കെ കാണാൻ പറ്റും. ആൾക്കാരിങ്ങനെ പോകുന്ന കാണാം, ആൾക്കാരോട് സംസാരിക്കാം. മീനുട്ടി ഇവിടെ സെറ്റ് ആവുമെന്നൊരിതുണ്ടായിരുന്നേ. അവള് വേറെ ലെവലും. ഇന്നലെ ഇങ്ങോട്ട് വന്നപ്പോഴേ ഭയങ്കരമായിട്ട് ഹാപ്പിയായി. ബെഡ്ഷീറ്റൊക്കെ എടുത്ത് അങ്ങോട്ട് ദേഹത്തോട്ടിട്ട് ഒറ്റ കിടപ്പ്. എന്നിട്ട് ഹാപ്പി ആയമ്മേ. ആള് ഭയങ്കര ഹാപ്പിയായിരുന്നു, പ്രശ്നമൊന്നുമില്ല. ഞാൻ വിചാരിച്ച ഒരു ഇത് കാണുമെന്ന്. കാരണം അല്ലാതെ ഞങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് ഇങ്ങോട്ടൊക്കെ ഒന്ന് വരുവാണെങ്കിൽ പറയാം, അയ്യോ ഇതാണോ, നമുക്കങ്ങ് പോകാമെന്ന് പറയും. ആ ആൾ ഇന്ന് പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പത്തിരി, ചിക്കൻ കുറുമ, പിന്നെന്തോ പൊറോട്ട വേണ്ടവർക്ക് പൊറോട്ട. ഇത്ര രാവിലെ ഉണ്ടാക്കിയതല്ലേ, ഒന്ന് വാങ്ങിയതാണ്. കറി വാ മീനുട്ടി വാ. ഹലോ ഗൈസ് പറ. ഗുഡ് മോർണിംഗ് പറ. പാപ്പ കഴിക്കാം. നമുക്ക് അവിടെ നിന്ന് കഴിക്കാം, എന്നിട്ട് ഊഞ്ഞാലായിരിക്കും. ലാഡറൊക്കെ എടുത്ത് നമ്മൾ എങ്ങോട്ടാ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാങ്ങ പറിക്കാനായിട്ടാണ്. അപ്പം ഞാൻ അധികം കൂടെ ശ്രദ്ധിച്ചില്ല മാങ്ങയില്. അപ്പം നല്ലപോലെ ഒരു 7-10 മാങ്ങയോളം നമുക്ക് കിട്ടി. അത്രയും മാങ്ങ നിപ്പം ഉണ്ടായിരുന്നു, നമുക്ക് പറിക്കാൻ പറ്റുന്ന ഒരിതില്. പിന്നെ ഒത്തിരി മുകളിലോട്ടായിരുന്നു. ഒരുപാട് മാവയിൽ എന്താ പറയുക, നിത്തള് കയറിയിട്ട് ഒത്തിരി മൂടി നിൽക്കുവാണേ. കുറെ അതുകൊണ്ട് നശിച്ചു പോയി, എന്നാലും കുറെയൊക്കെ നമുക്ക് കിട്ടി. അപ്പം അത് പറിക്കാൻ വേണ്ടിയിട്ടാണ് ഏറെ ഇതേ കണ്ടോ ഒരു എന്താ പറയുന്നത്, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് വേറൊരു ലെവൽ ഫീലാണ്. നമ്മൾ അത്രയും എൻജോയ് ചെയ്ത് ഫ്രീഡമായിട്ട് എന്താ അവിടോട്ട് ചെല്ലുമ്പോൾ ഞങ്ങളൊരു വേറൊരു വൈബ് കാര്യങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്യും. മീനൂട്ടി അതുപോലെ തന്നെ. അവൾക്ക് അങ്ങനെ ഒത്തിരി ദിവസം നിൽക്കുമ്പോഴുള്ള അവൾക്ക് വീട്ടിൽ പോകണം എന്നൊക്കെ ഒരു പ്രശ്നം. അല്ലാണ്ട് അവളും ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ നമ്മളങ്ങനെ മീനുവേട്ടനാണെങ്കിൽ ഇങ്ങനെ ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും ഒരു മാങ്ങ ഇങ്ങനെ വീണ് കിടക്കുന്നു. അപ്പോൾ നോക്കിയപ്പോഴാണ് കുറേ മാങ്ങ നിൽക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ മാങ്ങ പറിക്കാനായിട്ട് ഇറങ്ങിയത്. അങ്ങനെ ഇത്രയും മാങ്ങ നമുക്ക് കിട്ടി. കണ്ടോ, ഒരുവിധം എല്ലാം നല്ല വിളഞ്ഞതായിരുന്നു. 1-2 ഉള്ളൂ ഒത്തിരി വിളയാഞ്ഞത്. പിന്നെ ആ മഞ്ഞ മാങ്ങ അത് നമ്മുടെ മാവേലിയല്ല, അപ്പുറത്ത് കടയിൽ കണി വെക്കാനുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വെച്ച കൂട്ടത്തിൽ മീനുട്ടിക്ക് അവിടുത്തെ മാമനൊരു മാങ്ങ കൊടുത്തതാണ്. അത് കഴിഞ്ഞ് വൈകിട്ട് നമ്മൾ എന്താ പറയുക, കണിക്കൊന്ന് പറിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. വിഷു സമയമായിരുന്നല്ലോ, ഇപ്പം അല്ല, ആ സമയത്ത് വിഷു സമയമായിരുന്നല്ലോ. അപ്പൊ പൂവറിക്കലും കാര്യങ്ങളും ഒക്കെ ആയിരുന്നേ. പറിച്ചോ? ഹായ് കൊടുത്തു കുഞ്ഞിന്റെ കൊടുക്കടി മോളെ. കൊടുക്ക്. പൂവൊക്കെ പറിച്ച് നമ്മൾ അങ്ങനെ നേരെ മീനുട്ടിയുടെ ചോമച്ചിയുടെ അടുത്തേക്ക് പോയി. അപ്പോൾ